BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആലുവ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദിലീപ്. ബലാത്സംഗം ചെയ്തത് സുനി ഒറ്റയ്ക്കെന്ന് കോടതിയിൽ പൊട്ടിക്കരഞ്ഞ പ്രതികൾ. ആലുവ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദിലീപ്. നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന വേളയിലാണ് ക്ഷേത്ര ദർശനം. ശിക്ഷാവിധി ഇന്ന് തന്നെയുണ്ടാകും. ഇന്ന് 11:30യോടെയാണ് 6 പ്രതികളെയും ഹാജരാക്കിയത്. എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം നേടുവാനാണ് ശ്രമിച്ചത്. മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് ജഡ്ജ് ഹണി എം വർഗീസ് കോടതി നടപടികൾ ആരംഭിച്ചത്. കോടതിയുടെ അന്തസ്സ് ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാകരുതെന്ന് അവർ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് 1-ാം പ്രതിയെന്ന് കോടതി പറഞ്ഞു. ബലാത്സംഗം സുനി ഒറ്റയ്ക്ക് ചെയ്തത്. ജോയിന്റൽ പ്രിൻസിപ്പൽ പ്രകാരം മറ്റു പ്രതികൾ കൂടി പങ്കുണ്ടാകുമെന്നും കോടതി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ 30 സീറ്റ് ബിജെപി പിടിക്കും. 40 സീറ്റ് വരെ കിട്ടുവാനും സാധ്യതയുണ്ട്. ബിജെപി ജില്ലാ പ്രസിഡന്റ്. കോഴിക്കോട് ജില്ലയിൽ എൻഡിഎ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു. കോർപ്പറേഷനിൽ 30 സീറ്റ് ബിജെപി പിടിക്കും. അടിയൊഴുക്കുണ്ടായില്ലെങ്കിൽ അത് സാധ്യമാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 വാർഡ് ജയിക്കുവാൻ കഴിഞ്ഞു. 22 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തിയിരുന്നു. 40 സീറ്റ് വരെ കിട്ടുവാനും സാധ്യതയുണ്ട്. ബിജെപി ജയിക്കുന്ന ഇടങ്ങളിൽ ഇടത് വലത് മുന്നണികൾ തമ്മിൽ നീക്കുപോക്കുണ്ട്. ബിജെപിയെ തോൽപ്പിക്കുവാൻ ഇരുകൂട്ടരും കൈകോർത്തു. അതിനെ പ്രതിരോധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. പോളിംഗിലെ കുറവ് തിരിച്ചടിയാകില്ല. ബിജെപി വലിയ ആത്മവിശ്വാസത്തിലാണെന്നും കെ പി പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു. അതേസമയം കോഴിക്കോട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയം നേടുമെന്ന് സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് വ്യക്തമാക്കി. നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. കോർപ്പറേഷൻ പിടിക്കുമെന്ന യുഡിഎഫിന്റെ അവകാശവാദം ഇന്ന് രാത്രിയോടെ മാറുമല്ലോ. നാളെയും മാധ്യമങ്ങളെ കാണുവാൻ ഇവിടെ ഞാനുണ്ടാകും. ഇടതുമുന്നണിയുടെ സീറ്റുകൾ നിലനിർത്തും. കുറച്ചധികം സീറ്റുകൾ നേടും. 2 മുനിസിപ്പാലിറ്റികൾ കൂടി LDF പിടിച്ചെടുക്കും. എല്ലാ മുനിസിപ്പാലിറ്റിയും ജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിജീവിത നിരപരാധി. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു. പ്രോസിക്യൂഷൻ. അതിജീവിത നിരപരാധിയായ സ്ത്രീയാണെന്നും കടന്നുപോയത് വലിയ പ്രതിസന്ധിയിലൂടെയാണെന്നും അതിനു കാരണം ഈ പ്രതികളാണെന്നും നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുകയാണ്. പ്രതികളുടെ ശിക്ഷ സമൂഹത്തിന് മാതൃകയാകേണ്ടതാണെന്നും പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിൽ പറഞ്ഞു. എന്നാൽ സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടതെന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. വാദിക്കുവാൻ കുറച്ചുകൂടി സമയം പ്രോസിക്യൂഷൻ തേടിയ ഘട്ടത്തിലാണ് കോടതി മറുപടി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയ പൾസർ സുനി അടക്കമുള്ളവർക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ലഭിക്കണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി അജയ്കുമാർ പറഞ്ഞു. എല്ലാവരും കൂടെ ചെയ്ത കുറ്റകൃത്യമാണ് കൂട്ടബലാത്സംഗത്തിൽ കലാശിച്ചത്. ശിക്ഷയുടെ കാര്യത്തിൽ ഒരു വേർതിരിവും പാടില്ല. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും എല്ലാവരും തമ്മിൽ കണക്റ്റാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതേസമയം പരമാവധി ശിക്ഷ നൽകുവാനുള്ള സാധ്യത ഇവിടെ ഇല്ലെന്നാണ് പൾസർ സുനി അഭിഭാഷകൻ പറഞ്ഞത്. അതിക്രൂരമായ കുറ്റകൃത്യം നടന്നിട്ടില്ല. ഡൽഹിയിലെ നിർഭയ കേസുമായി താരതമ്യം ചെയ്യുവാനാവില്ലെന്ന് പൾസറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകണം. രാഷ്ട്രപതി മണിപ്പൂരിൽ മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു. മണിപ്പൂരിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാണ് സർക്കാരിന് മുൻഗണന. മണിപ്പൂരിലെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു വംശീയ കലാപത്തിൽ വീട് നഷ്ടമായവരുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ എപ്പോഴും മണിപ്പൂരിലെ ദുരിതബാധിതർക്കൊപ്പമാണ്. വീടുകളും ഉപജീവനമാർഗവും സുരക്ഷിതമാക്കുവാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി അറിയിച്ചു. അക്രമത്തെ തുടർന്ന് മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിച്ച വേദനയെക്കുറിച്ച് തനിക്കറിയാമെന്നും മണിപ്പൂരിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കുന്നതിനാണ് മുൻഗണനയെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു. മണിപ്പൂരിനെ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഉന്നതികളിൽ എത്തിക്കുമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി മണിപ്പൂരിലെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇംഫാലിലെ സിറ്റി കൺവെൻഷൻ സെന്ററിലെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. സേനാപതി ജില്ല സന്ദർശിച്ച് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട്. സമാധാനത്തോടെ ഇത്രയും നന്നായി ജീവിക്കുവാൻ കഴിയുന്ന സ്ഥലം കേരളമാണ്. LDFന് അനുകൂലമായ വിധിയുണ്ടാകും. KN ബാലഗോപാൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് LDFന് അനുകൂലമായ വിധിയുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട്. സമാധാനത്തോടെ ഇത്രയും നന്നായി ജീവിക്കുവാൻ കഴിയുന്ന സ്ഥലം കേരളമാണ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇത്രയും വലിയ പദ്ധതി തയ്യാറാക്കിയാണോ കോൺഗ്രസ് കാര്യങ്ങൾ കാണുന്നത്? ഒളിവിൽ പോയവനും സപ്പോർട്ട് ചെയ്യുന്നവരും മിടുക്കരാണെന്നാണോ കരുതുന്നത്? സാമാന്യ മര്യാദ കോൺഗ്രസ് കാണിക്കണമെന്നും KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കുന്ന 2-3 കാര്യങ്ങളുണ്ടായി. ജനങ്ങൾക്ക് നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ പേടിയുണ്ട്. അത് കോടതി കാണുമെന്നാണ് കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന് സ്വീകരണം നൽകിയതിൽ പടക്കവും വെടിക്കെട്ടുമില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ സമൂഹത്തോടുള്ള വെല്ലുവിളി. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സമൂഹത്തോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ കാണിക്കണമെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സർക്കാർ സംരക്ഷിച്ചു. കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല. BJP പ്രതിഷേധിക്കും. പ്രശാന്ത് ശിവൻ. രാഹുലിനെതിരെ പ്രതിഷേധിക്കുമെന്ന് BJP. കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. സംസ്ഥാന സർക്കാർ രാഹുലിനെ സംരക്ഷിച്ചെന്ന് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആരോപിച്ചു. 2 കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ സജീവമാകുവാനാണ് നീക്കം. നിലവിൽ പാലക്കാട് തന്നെ തുടരുകയാണ് രാഹുൽ. പാലക്കാട്ടെയും മാത്തൂരിലെയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ രാഹുൽ നേരിൽ കണ്ടു. ഇന്നലെ തന്നെ രാഹുൽ MLA ഓഫീസിൽ എത്തിയിരുന്നു. രാഹുൽ ഇന്ന് അടൂരിലേക്ക് തിരിക്കുമെന്നും സൂചനയുണ്ട്. രാഹുലിന്റെ നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘവും നിരീക്ഷിച്ചു വരികയാണ്. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയത്. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു രാഹുൽ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയത്. MLAയുടെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു രാഹുൽ എത്തിയത്. ഈ കാറിന് പിന്നിൽ CPIM പ്രവർത്തകർ കോഴിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രത്തിന് മുൻപിൽ CPIM BJP പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഉപാധികളോടെയായിരുന്നു രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്നും നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇൻഡിഗോ പ്രതിസന്ധി. 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് DGCA. ഇൻഡിഗോ പ്രതിസന്ധിയിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് DGCയുടെ നീക്കം. സമീപകാലത്തുണ്ടായ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട 4 ഉദ്യോഗസ്ഥരെ DGCA സസ്പെൻഡ് ചെയ്തു. എയർലൈൻ സുരക്ഷ, പൈലറ്റ് പരിശീലനം, പ്രവർത്തനം എന്നിവയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. അതിനിടെ DGCA നിർദ്ദേശമനുസരിച്ച് ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് വീണ്ടും ഹാജരാകും. വിമാന സർവീസിലെ തടസ്സങ്ങൾ, നിലവിലെ സ്ഥിതിഗതികൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന 4-അംഗ സമിതിക്ക് മുൻപിൽ ഹാജരാകുവാനാണ് നിർദ്ദേശം. ഇതിനിടെ ഇൻഡിഗോ പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയത്തിനും DGCAയ്ക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം പറഞ്ഞു. അതേസമയം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നുള്ള ഇൻഡിഗോയുടെ 50ഓളം സർവീസുകൾ ഇന്നും റദ്ദാക്കി. പ്രതിസന്ധി പരിഹരിക്കുവാൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇടപെടൽ ശക്തമായി തുടരുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.